ബ്രിട്ടനിൽ ഒരുപാട് ഇന്ത്യൻ വംശജരുണ്ട്. അത്തരത്തിൽ ഒരു ഇന്ത്യൻ വംശജയ്ക്കെതിരെ ബ്രിട്ടനിൽ പൊതുമധ്യത്തിൽ ഒരു റേസിസ്റ്റ് ആക്രമണം നടന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ബ്രിട്ടനിൽ ഇന്ത്യക്കാരുടെ ഭാഗത്തു നിന്നും അവിടെ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നു. എന്നാൽ ഇന്ത്യയിൽ നിന്നും പല ഭാഗത്തു നിന്നും ഈ വീഡിയോയ്ക്ക് വളരെയധികം പ്രതിഷേധാത്മകമായിട്ടുള്ള സമീപനം ലഭിക്കുന്നുണ്ട്. വലിയ രീതിയിൽ ഇത് മോശമാണ് എന്ന് കാണിച്ചുകൊണ്ട് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഈ വീഡിയോ പ്രചരിക്കുന്നുമുണ്ട്. എന്തായാലും എന്താണ് ഈ നടന്ന സംഭവം എന്ന് നോക്കാം. അതിനു മുമ്പ് ആദ്യം നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. You're in cahoots with current immigrants. That's what I believe. Here's my girlfriend. I mean, you couldn't Current immigrants. dig yourself into a bigger hole. Claiming what? Claiming what? Claiming. What you got? No, wait a minute. Hold on. You're in England. You're in England. You're claiming something. Wait a minute. Otherwise, you wouldn't be in England if you weren't claiming. Wait a minute. If you weren't claiming, you'd be back in wherever you are. You want the truth. You want facts. Go on. I'm recording anyway. Tell me the truth. How you belong here? I get taxed. This guy belongs in Number England. one, I get taxed. I'm like recording. You. He gets taxed. He gets taxed. Wait a minute. I pay £1,000 a year extra to the NHS without using it because I'm young and healthy. Gives to the NHS. Everything that's Yeah, been you're built, special, bro. everything So that's You're all been of you built was by are immigrants. seeing is completely English like people never imagine. done anything. They never English worked. people never done anything. They don't work. Apart But from they like conquered the world and then gave it back to you. We conquered India. Gave it back to we us? conquered India. We didn't want it. We gave it back to you. Did we not? Tell me. Did we give India back to India? No, you didn't give India back. India belonged to England and we gave it back. We didn't want it. A lot of countries like that. Sorry about your fucking sovereignty or whatever it is you are. Record me because I'm recording you. Yeah, but I haven't said anything incriminating, mate. You Me have. neither. What have I said incriminating? Oh, you're getting me nicked. I'm not going to get you nicked. Get me nicked. What have I said that's incriminating? Why are you recording me if I'm not... Because I don't want you to hit me. I'm not going to hit you. I've got a girl there that loves to get hit. She ain't getting hit right now. What the fuck did you just say, you It dickhead? was a joke. You absolute crap. I know. What a pranker. Dickhead. Take me to court. A pranker, yeah. ഇന്ത്യൻ വംശജയായ സ്ത്രീയോട് ഒരു ബ്രിട്ടീഷ് പൗരൻ അവരെ വംശീയമായി അധിക്ഷേപിക്കുകയും മോശമായി പെരുമാറുകയും ചെയ്യുന്നതാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടത്. വീഡിയോയിൽ സ്ത്രീ സ്വയം ഞാനൊരു ഇന്ത്യക്കാരി എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. ഒരു പുരുഷൻ ട്രെയിനിൽ സ്ത്രീയോട് മോശമായി സംസാരിക്കുന്നതും ആക്രോശിക്കുന്നതും ഈ വീഡിയോയിൽ നമുക്ക് കാണാം. യഥാർത്ഥത്തിൽ ഇയാൾ അതിനകത്ത് പറയുന്നത് മദ്യപിച്ചിരുന്നു ഇയാൾ എന്നാണ് ആ സ്ത്രീ പറയുന്നത്. ഇയാൾ പറയുന്നത് നമ്മൾ, അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്നു, നിങ്ങൾ നമ്മുടെ അടിമകളല്ലായിരുന്നു എന്നാണ് ഇയാൾ പറയുന്നത്. നമ്മൾ ഇന്ത്യയെ കീഴടക്കിയിരുന്നു, ഇന്ത്യ ഇംഗ്ലണ്ടിൻ്റെതായിരുന്നു എന്നാണ് ഇയാൾ പറയുന്നത്. എന്നിരുന്നാലും പിന്നീട് ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾക്ക് അവരുടെ രാജ്യം തിരികെ നൽകി എന്ന് പറയുന്നു. വീഡിയോയിൽ UK നിന്നുള്ള ഒരാൾ രാജ്യത്തെ കുടിയേറ്റക്കാരെയും കുടിയേറ്റ നയങ്ങളെയും കുറിച്ച് സംസാരിക്കുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും. വീഡിയോയിൽ യുവാവ് സ്ത്രീയോട് കയർക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു സ്ത്രീ മുഖം മറയ്ക്കാൻ ശ്രമിക്കുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്കറിയാം ബ്രിട്ടനിൽ ഇപ്പോൾ കുടിയേറ്റ നിയമം വളരെയധികം ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. പല ആൾക്കാരെയും അനധികൃതമായി കുടിയേറിയ ആൾക്കാരെല്ലാം അവിടെ നിന്ന് പിടിച്ച് പുറത്താക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി 2 ദിവസം മുമ്പ് നടന്ന ഒരു വാർത്തയാണ്. അതായത് ഇന്ത്യസ് ഗോട്ട് ലാറ്റന്റ് എന്ന് പറഞ്ഞ ഒരു ഷോയിൽ കേരളത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞ് കേരളത്തിലെ സാംസ്കാരിക നായകരും പല ആൾക്കാരും ബ്രിട്ടൻസ് ഗോട്ട് ലാറ്റന്റ് നടത്തിയ ആൾക്കാർക്ക് നേരെ തിരിയുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. അവർക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശന ശരങ്ങൾ വാരിക്കോരി ചൊരിയുന്നത് നമ്മൾ കണ്ടു. ഇൻസ്റ്റാഗ്രാമിലടക്കം അവർക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇവർ അഴിച്ചുവിടുന്നത് നമ്മൾ കണ്ടതാണ്. എന്നാൽ ബ്രിട്ടനിൽ ഇന്ത്യയെ അപമാനിച്ച ഈ കാഴ്ച കണ്ടിട്ട് നമ്മുടെ കേരളത്തിലുള്ള സാംസ്കാരിക നായകരും ഈ സോക്കാൾഡ് ഇൻസ്റ്റാഗ്രാം റീല് ചെയ്യുന്ന പുരോഗമന കപട ഇടതുപക്ഷവാദികളും മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യമാണ്. ബ്രിട്ടനിൽ ഈ ഒരു ഇന്ത്യക്കാരൻ അപമാനിക്കപ്പെടുമ്പോൾ അതെടുത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തലയിൽ വെച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ അവർ ഇതിനകത്ത് പറയുന്നത് എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കണം. ഞങ്ങൾ ഇന്ത്യ ഭരിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ബ്രിട്ടീഷുകാരായ ഞങ്ങൾ ഇന്ത്യ ഭരിച്ചിരുന്നു, നിങ്ങൾ ഇന്ത്യയുടെ കീഴിലായിരുന്നു എന്നാണ് അയാൾ പറയാനായിട്ട് ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് റേസിസം മാത്രമല്ല, നിങ്ങൾ ഞങ്ങളുടെ അടിമകളായി തന്നെ ഇപ്പോഴും കിടക്കണം എന്നുള്ള ആ ബ്രിട്ടീഷുകാരുടെ മനോഭാവം കൂടെയാണ് അവിടെ പുറത്തു വരുന്നത്. ഈ മനോഭാവവും നരേന്ദ്രമോദിയുമായിട്ട് എന്താണ് ബന്ധം എന്നാണ് ഇവിടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങളെ കൂടെയാണ് അവർ കളിയാക്കുന്നത്, നമ്മുടെ രാജ്യത്തെ മാത്രമല്ല, നമ്മളിപ്പോഴും അവരുടെ അടിമകളായി കിടക്കണം എന്നാണ് അവർ പറയുന്നത്. ഈ വീഡിയോയ്ക്ക് പ്രതിഷേധിച്ചില്ലെങ്കിൽ പിന്നെ ഏത് വീഡിയോയ്ക്ക് നിങ്ങൾ പ്രതിഷേധിച്ചിട്ടും ഒരു കാര്യവുമില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.